വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന യു.ഡി.എഫ് മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റാണ് നാളെ, അതായത് ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യുന്നതിനാൽ അദ്ദേഹം തന്നെയായിരിക്കും നിയമസഭയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ യു.ഡി.എഫിൻ്റെ ആദ്യ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. വി.ഡി. സതീശൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി യു.ഡി.എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള നേതാവാണ്. പതിവ് രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പുതുയുഗ കേരളം സൃഷ്ടിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനവും അതിനായി അദ്ദേഹം അവതരിപ്പിച്ച കർമ്മ പദ്ധതിയും ജനങ്ങൾ വലിയ രീതിയിൽ വിശ്വാസത്തിലെടുത്തതുകൊണ്ട് തന്നെയാണ് യു.ഡി.എഫിന് ഇത്തരമൊരു മഹാവിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഈ പ്രത്യാശകളൊക്കെയും മുഖ്യമന്ത്രിക്ക് കാത്തുസൂക്ഷിക്കുവാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. നമുക്കറിയാം, വി.ഡി. സതീശൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച ഒരു പാർലമെൻറ്റേറിയനാണ്. കേരള നിയമസഭയിലേക്ക് തുടർച്ചയായ 6ാം വട്ടമാണ് ഇത്തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ നിയമസഭാ പ്രകടനങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയൻ എന്ന് നമുക്ക് വി.ഡി. സതീശനെ വിശേഷിപ്പിക്കുവാൻ, സാമ്പത്തിക വിഷയങ്ങളിലടക്കം കൃത്യമായ ഒരു ബോധ്യവും കാഴ്ചപ്പാടുമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. ധനകാര്യ മാനേജ്മെൻറ്റിലും ടാക്സ് അഡ്മിനിസ്ട്രേഷനിലുമെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ വൈദഗ്ധ്യം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമായി മന്ത്രിയും മുഖ്യമന്ത്രിയുമാകുന്ന ഒരു വ്യക്തി എന്ന പരിമിതി ഈ ഭരണത്തിൽ എവിടെയും അദ്ദേഹത്തെ സംബന്ധിച്ച് നിഴലിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. 2001-2006 കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഇടതു ബുദ്ധിജീവി ടി.എം. തോമസ് ഐസക്കിന് ലോട്ടറി സംവാദത്തിൽ മുട്ടുകുത്തിച്ച സതീശൻ അന്നേ തൻ്റെ സാമ്പത്തിക വൈഭവങ്ങളും സാമ്പത്തിക കാഴ്ചപ്പാടുകളും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. വി.ഡി. സതീശൻ എങ്ങനെയായിരിക്കും പുതുയുഗ കേരളം പടുത്തുയർത്തുക എന്ന ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരമായിരിക്കും നാളെ അവതരിപ്പിക്കുവാൻ പോകുന്ന ബഡ്ജറ്റ് എന്നതിനും തർക്കമില്ല. എന്തായിരിക്കും വി.ഡി. സതീശൻ്റെ കയ്യിലെ മാന്ത്രിക വടി എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. യു.ഡി.എഫ് കേന്ദ്രങ്ങൾ തന്നെ എത്തരത്തിലുള്ളൊരു ബഡ്ജറ്റായിരിക്കും വി.ഡി. സതീശൻ അവതരിപ്പിക്കുക എന്നതും, എത്തരത്തിലായിരിക്കും വി.ഡി. സതീശൻ 5,30,000 കോടിയിൽ പരം കടബാധ്യതയുള്ള ഈ സംസ്ഥാനത്തെ ഒരു വളർച്ചയുടെ പാതയിലേക്ക് എത്തിക്കുകയെന്നും ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഇതിനെല്ലാം കൃത്യമായ പരിഹാരങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ട് എന്നത് തന്നെയാണ് വസ്തുത. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാളത്തെ ബഡ്ജറ്റിൽ ഊന്നൽ നൽകുന്നത് പ്രധാനമായും 3 മേഖലകളിലായിരിക്കും. ഒന്നാമതായി, ജനങ്ങളുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുവാൻ, ജനങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോകുവാൻ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ നാളത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നും പ്രഖ്യാപിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തുവാൻ പോകുന്നത് ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിട്ടുള്ള, ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 5 എണ്ണത്തിൽ ഒന്നായിട്ടുള്ള കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ്. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും KSRTCയിൽ സ്ത്രീകൾക്ക് നൽകിയ സൗജന്യ യാത്ര പോലെ തന്നെ ഈ ഒരു വാഗ്ദാനവും വി.ഡി. സതീശൻ സർക്കാർ നാളത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്നും യാഥാർത്ഥ്യമാക്കുമെന്നും പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇതിനോടകം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിതരണ സംവിധാനം ക്രമപ്പെടുത്തുവാനും വി.ഡി. സതീശൻ സർക്കാർ ഈ ബഡ്ജറ്റിൽ ഒരു കർമ്മ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവിധ ക്ഷേമനിധികളിലെ കുടിശ്ശിക തുക കാലാനുസൃതമായി കൃത്യമിടവേളകളിൽ കൊടുത്തു തീർക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതിയും ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുവാൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, 2ാം പിണറായി സർക്കാർ ചുമത്തിയിരുന്ന പെട്രോൾ ഡീസൽ സെസ് ഈ ബഡ്ജറ്റിൽ എടുത്തു കളയുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഓരോ മലയാളിയും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പെട്രോളും ഡീസലും അടിക്കുന്നവരെല്ലാം 1 രൂപ അധിക സെസ്സായി, ക്ഷേമ പെൻഷൻ സെസ്സായി നൽകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെറിയ ഒരു കുറവാണെങ്കിൽ പോലും ഉയർന്നു നിൽക്കുന്ന ഇന്ധനവിലകളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സെസ് ഒഴിവാക്കുന്നത് ജനങ്ങൾക്ക് അനുഗ്രഹപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിലുണ്ടായതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് അധികമായി ലഭിക്കുന്ന വരുമാനം ഒരുപക്ഷെ സർക്കാർ വേണ്ട എന്ന് വെക്കുവാനുള്ള സാധ്യതകളും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു വിലക്കുറവ് പെട്രോൾ ഡീസൽ പ്രൊഡക്റ്റുകളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുവാൻ നാളത്തെ ബഡ്ജറ്റ് അവസരമൊരുക്കും. എന്നാൽ ഈ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും പ്രഖ്യാപിക്കുക എന്നത് മാത്രമല്ല നാളത്തെ ബഡ്ജറ്റിൻ്റെ അജണ്ട എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നതിനുള്ള കർമ്മ പദ്ധതിയായിരിക്കും വി.ഡി. സതീശൻ അവതരിപ്പിക്കുക.
ഇതിന് പ്രധാനമായും 2 മേഖലകളിലായിരിക്കും അദ്ദേഹം ഊന്നൽ നൽകുക. ഒന്ന് ചെലവ് ചുരുക്കൽ, രണ്ടാമതൊന്ന് നികുതി വരുമാനം വർദ്ധിപ്പിക്കൽ. ഇതിൽ ചെലവ് ചുരുക്കൽ എന്ന് പറയുമ്പോൾ സർക്കാർ നിയമനങ്ങളിലെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ അതുപോലെ തന്നെ നിയമനങ്ങൾ നടത്താതിരിക്കുകയോ പെൻഷൻ വർധനവ് നടപ്പാക്കിക്കൊണ്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സാവകാശം നേടിയെടുക്കുകയോ ചെയ്യുക എന്ന പതിവ് ശൈലിയായിരിക്കില്ല വി.ഡി. സതീശൻ എന്ന നേതാവ് സ്വീകരിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായി പണം ചിലവഴിക്കുന്ന ഒരുപാട് മേഖലകൾ കേരളത്തിലുണ്ട്. അതിനെയാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ധൂർത്ത് എന്ന് ചൂണ്ടിക്കാട്ടി വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കിഫ്ബി എന്ന ഒരു സംവിധാനം, അവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന നിരവധി വെള്ളാനകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിലകൊള്ളുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനം നേരിട്ട് കടമെടുത്താൽ ലഭിക്കുന്നതിനേക്കാൾ 1.5 മുതൽ 2.5% വരെ അധിക പലിശ നൽകിയാണ് കിഫ്ബി പണം സമാഹരിച്ചിരുന്നത് എന്ന തിരിച്ചറിവും വി.ഡി. സതീശൻ ഇതിനോടകം തന്നെ കേരളത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ കിഫ്ബി എന്ന ഒരു സംവിധാനത്തിന് ഇനി വലിയ പ്രസക്തിയില്ല എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കുകയും അവിടുത്തെ താൽക്കാലിക ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു തീരുമാനം വി.ഡി. സതീശൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളാനകളായിട്ടുള്ള കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള നീക്കം സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ധവളപത്രത്തിൽ ശുപാർശ ചെയ്യപ്പെട്ടതുപോലെ തന്നെ സിവിൽ സപ്ലൈസും ബിവറേജസ് കോർപ്പറേഷനും ലയിപ്പിച്ചുകൊണ്ട് ഒന്നിൻ്റെ നഷ്ടം മറ്റൊന്നിലൂടെ നികത്തുവാനുള്ള ഒരു കർമ്മ പദ്ധതിയും വി.ഡി. സതീശൻ അവതരിപ്പിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. പൊതുവിൽ ഒരിടത്തെ നഷ്ടം മറ്റൊരിടത്തെ ലാഭം കൊണ്ട് നികത്തുവാൻ കഴിയുന്നത് ഒരു ആരോഗ്യകരമായ പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് കൈത്താങ്ങാവേണ്ട ഒരു കാര്യമാണ്. വിലക്കയറ്റമൊക്കെ പിടിച്ചു നിർത്തുവാൻ നിർണായകമായിട്ടുള്ള വിപണി ഇടപെടലുകൾ നടത്തുവാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സാധിക്കണം. മറുവശത്ത് ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മദ്യം വിറ്റഴിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിൽ ബാറുകളിലല്ലാതെ മദ്യം വിറ്റഴിക്കുവാനുള്ള കുത്തകയും ബിവറേജസ് കോർപ്പറേഷന് തന്നെയാണ് ഉള്ളത്, ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡിനും. അപ്പോൾ ഈ 2 പ്രസ്ഥാനങ്ങളും വലിയ രീതിയിൽ കടലാസിൽ ലാഭമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയിലെ ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള ബോണസും ആനുകൂല്യങ്ങളും ഓരോ വർഷവും ലഭിക്കാറുമുണ്ട്. എന്നാൽ ഈ 2 സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചാൽ ഇത്തരത്തിലുള്ള ബോണസ് ഒഴിവാക്കുകയും എല്ലാവരുടെയും തൊഴിൽ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഒന്നിൻ്റെ ലാഭമെടുത്ത് ബോണസ് ഇനത്തിലും മറ്റും നൽകുന്ന പണം, ആ ലാഭവിഹിതം മറ്റിൻ്റെ നഷ്ടം നികത്തുവാനും അതുവഴി ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൻ്റെ കാലത്ത് ഉപകാരപ്രദമാകുന്ന നടപടികൾ, വിപണി ഇടപെടലുകൾ നടത്തുവാനും ഈ സംവിധാനത്തെ പര്യാപ്തമാക്കുന്ന ഒരു പരിഹാരമായി വിലയിരുത്തപ്പെടുന്നു. ഇത്തരമൊരു തീരുമാനം വി.ഡി. സതീശൻ നാളത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നും പൊതുവിലയിരുത്തലുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി രൂപപ്പെടുത്തിയിട്ടുള്ള വിവിധ തസ്തികകൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം ശക്തിപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനവും അതിനുള്ള ഒരു കർമ്മ പദ്ധതിയും വി.ഡി. സതീശൻ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണ് വി.ഡി. സതീശൻ സർക്കാർ ചെലവ് ചുരുക്കുവാൻ പോകുന്നത്. ഇനി അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ വരുമാന വർധനവിൻ്റെ മേഖലയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വരുമാന വർധനവ് നേടാനായി പിണറായി വിജയൻ സർക്കാർ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമിയുടെ അടിസ്ഥാന വില അല്ലെങ്കിൽ ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭൂമി ഇടപാടുകളുടെ നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു നയം അവർ സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഭൂനികുതി വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വിവിധ സേവന ചാർജുകൾ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആത്യന്തികമായി ജനങ്ങളുടെ പോക്കറ്റ് ചോർച്ചയ്ക്ക് കാര്യമാക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇത്തരം ഏതെങ്കിലും ഒരു നികുതി വർധനവിനുള്ള ശുപാർശ വി.ഡി. സതീശൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. കേരളത്തിലെ സർവ്വസാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയോ പോക്കറ്റടിച്ചോ ആവില്ല വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പായും പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജനകീയമായിട്ടുള്ള തീരുമാനമായിരിക്കും ഈ ഒരു വിഷയത്തിൽ വി.ഡി. സതീശൻ്റെ നിലപാട് എന്നതിലും തർക്കമില്ല. പിന്നെ എങ്ങനെയായിരിക്കും വി.ഡി. സതീശന് വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. വിവിധ വസ്തുക്കളുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ക്രയവിക്രയങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതുവഴി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തിക്കുവാനുള്ള ഒരു അന്തരീക്ഷം, ഒരു എക്കോസിസ്റ്റം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയായിരിക്കും വി.ഡി. സതീശൻ്റെ ലക്ഷ്യം.
ലക്ഷ്യം. അതിനുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ബഡ്ജറ്റിൽ അദ്ദേഹം നടത്തുക എന്നതിലും തർക്കമില്ല. ഇനി എങ്ങനെ നികുതി വരുമാനത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് വരുമാന വർധനവിനുള്ള ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത്. ഇവിടെയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും വൈദഗ്ധ്യം നമ്മൾ തിരിച്ചറിയുവാൻ പോകുന്നത്. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറുകൾ എന്തൊക്കെയാണെന്ന് ഇതിനോടകം കൃത്യമായി തന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് തന്നെ സ്വർണ്ണക്കടകളിലെ ടാക്സ് വെട്ടിപ്പിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് പങ്കുവച്ച ഉദാഹരണം അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ 83,000 രൂപയോളമായിരുന്നു സ്വർണത്തിൻ്റെ പവൻ വില എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ അഭിമുഖം നൽകിയ സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ 8,000 രൂപ പവന് വിലയുണ്ടായിരുന്നപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയിരുന്ന അതേ തുക മാത്രമാണ് 10 മടങ്ങ് വില വർദ്ധിച്ചപ്പോഴും സംസ്ഥാന സർക്കാരിലേക്ക് നികുതി ഇനത്തിൽ എത്തുന്നുള്ളൂ എന്നതാണ്. ഇത്തരത്തിൽ വിവിധ മേഖലകളിലെ ഇതൊരു ഉദാഹരണം മാത്രമാണ്. സ്വർണ്ണ വ്യാപാര മേഖലയിലേതുൾപ്പെടെ കേരളത്തിലെ വിവിധ മേഖലകളിലെ നികുതി ചോർച്ച തടയുവാനുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടിക്രമം, ഒരു സിസ്റ്റം അദ്ദേഹം നാളത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുമൂലം തന്നെ സംസ്ഥാന സർക്കാരിന് പിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധം വരുമാന നഷ്ടത്തിലേക്ക് നയിക്കുന്ന കോടാനുകോടി രൂപ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കുവാൻ വി ഡി സതീശൻ എന്ന ഭരണാധികാരിക്ക് സാധിച്ചാൽ അത് കേരളത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. 2014 നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം, വാണിജ്യ നികുതി വരുമാനം എന്ന് പറയുന്നത് 30,000 കോടി രൂപയായിരുന്നു. അന്ന് നടത്തിയ ഒരു CAG പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് 14,000-ഓളം കോടി രൂപ. അതായത് ആകെ പിരിച്ചെടുത്ത നികുതിയുടെ പകുതിയോളം തുക 30,000 കോടി രൂപ നികുതി വരുമാനമുള്ളപ്പോൾ 14,000 കോടി രൂപയോളം നികുതി നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. അതായത് കാര്യക്ഷമമായി നികുതി പിരിച്ച് ഖജനാവിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനത്തിൻ്റെ പോരായ്മയാണ് ആ പഠനം ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ സംവിധാനത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയും ബിസിനസ്സുകാരുടെ പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെയുള്ള ചില രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റുകളുമാണ്. ഇത്തരം നിലപാടുകൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വി ഡി സതീശൻ രൂപീകരിക്കുമെന്നാണ് ഇതിനാൽ തന്നെ വിലയിരുത്തപ്പെടുന്നത്. 2014 ഈ 14,000 കോടി രൂപയുടെ കണക്കിന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഏറെക്കുറെ 30,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നമുക്ക് നികുതി നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് അധിക വിഭവ സമാഹരണം എന്ന നിലയിൽ എത്തിക്കുവാൻ ഈ ഒരു സംവിധാനത്തിന് സാധിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിൽ കൃത്യമായി നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന ഒരു എക്കോസിസ്റ്റം രൂപീകരിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൻ്റെ വരുമാന സംവിധാനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ബഡ്ജറ്റിലൂടെ കളമൊരുക്കുക. ഇനി മൂന്നാമതായി നിക്ഷേപങ്ങളെ എങ്ങനെ ആകർഷിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നിലവിലുണ്ട്. വി ഡി സതീശന് ഇതിന് കൃത്യമായ ഒരു കർമ്മ പദ്ധതിയുണ്ട്. നേരത്തെ തന്നെ അത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കേരളം എന്ന സംസ്ഥാനത്തെ തന്നെ ഒരു തുറമുഖ നഗരം എന്ന നിലയിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. പ്രധാനമായും നമുക്ക് 2 തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, അനവധിയായിട്ടുള്ള ചെറു തുറമുഖങ്ങളുണ്ട്. നമ്മുടെ ചരക്ക് നീക്കം ജലമാർഗമാക്കിക്കൊണ്ട് നമ്മുടെ റോഡുകളിലെ ട്രാഫിക് കഞ്ചഷൻ ഒഴിവാക്കുകയും അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചരക്ക് നീക്ക സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. രണ്ടാം ഘട്ടമായി ഇത് ടൂറിസവുമായി ബന്ധപ്പെടുത്തും. അതുപോലെ തന്നെ ആളുകളുടെ മൂവ്മെൻറ്റിന് വേണ്ടിയും ഈ ഒരു ജലഗതാഗത പാത ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കുമെന്നും നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വിപ്ലവകരമായിട്ടുള്ള നിക്ഷേപ സാധ്യതകളാണ് ഉയർന്നു വരുന്നത്. കേരളത്തിൽ ചെറു പോർട്ടുകളുള്ള മേഖലകളിൽ പോലും വൻകിട വെയർഹൗസുകൾ സ്ഥാപിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇത് വലിയ രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് വഴിയൊരുക്കും, വലിയ രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള മുതൽ മുടക്കിന് വഴിയൊരുക്കുന്ന ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ മൂല്യത്തിലും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ ഇത് സഹായിക്കും. ഇതെല്ലാം പൊതുവിൽ വിപണിയെ ഉണർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ IT മേഖലകളിലടക്കം നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ
ഇൻ്റലിജൻസിന് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യവസായ മന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ മേഖലയിലും പ്രത്യേകമായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ട് കേരളത്തെ ഒരു IT ഹബ്ബായി പരിപൂർണമായി മാറ്റിയെടുക്കുവാനുള്ള ചില നിലപാട് പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൊച്ചിൻ മെട്രോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ റീച്ച് കൂട്ടുവാനുമുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഈ ബഡ്ജറ്റിൽ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിലായി ജനങ്ങൾക്ക് ഭാരമേൽപ്പിക്കാതെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്കുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ടാക്സ് കളക്ഷൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിക്കൊണ്ട് വരുമാന വർധനവ് നടത്തിക്കൊണ്ട് ചെലവ് ചുരുക്കൽ സംവിധാനം വളരെ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ വികസനത്തിൻ്റെ പുതുനാളുകളിലേക്ക് നയിക്കുവാൻ പോകുന്ന ഒരു ബഡ്ജറ്റായിരിക്കും മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ അവതരിപ്പിക്കുക എന്നതാണ് പൊതുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടുകൂടി നാളത്തെ ബഡ്ജറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.